ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം 16. അക്കാലത്ത് യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോപണത്തിന്റെ ആത്മീയ കൃപകൾ ധ്യാനിക്കാം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു തന്റെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം പിതാവിന്റെ സന്നിധിയിലേക്ക് ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവിടുന്ന് ആരോഹണം ചെയ്തു. ഈ മഹത്തായ കൃപയാണ് ഈ ദിനം തിരുസഭ ധ്യാനിക്കുക. ഈ വിശുദ്ധ ദിനത്തിന്റെ നന്മകളെ ധ്യാനിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ ഏറ്റവും മനോഹരമായി സ്വർഗാരോപണ അനുഭവം ശിഷ്യന്മാർ ദർശിച്ചത് എപ്രകാരമെന്ന് വിവരിക്കുന്നുണ്ട്. അവർ ഉന്നതങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു കയറിപ്പോയതുപോലെ വീണ്ടും വരും. വലിയൊരു പ്രത്യാശയാണ് അവർക്ക് നൽകിയത്. യഥാർത്ഥത്തിൽ സ്വർഗാരോപണം നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ചിന്ത നീ ഉന്നതങ്ങളിലേക്ക് നോക്കി ജീവിക്കുക എന്നതാണ്. സ്വർഗപിതാവിന്റെ തിരുമുഖം നോക്കി ജീവിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠവും മഹനീയമായ വിളിയാണ് ഈ ദിനത്തെ ധന്യമാക്കുക. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേമിൽ താമസിക്കുവിൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുന്നത് വരെ നീ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായി അവിടെ നിലകൊള്ളുക. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നിനക്ക് വേണ്ടത് ദൈവാനുഭവമാണ്. ആത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ സ്വന്തമാക്കി വിശ്വാസത്തിൽ സ്ഥിരതപ്പെട്ട് ധീരസാക്ഷിയായി മാറുവാൻ സാധ്യമാകും. സ്വർഗാരോപിതനായ ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ പോയി സഹായകനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനത്തിന്റെ പൂർണ്ണതയാണ് ഈ വിശുദ്ധ ദിനം നമ്മൾ അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. പ്രത്യാശഭരിതമായ ഒരു ജീവിതത്തിന്റെ വലിയ പ്രതീകം കൂടിയാണ് ഈ വിശുദ്ധ ദിനം. ഈ ദൈവം നമ്മെ കടന്നു പോവുകയോ വിട്ടുപോവുകയല്ലോ, മറിച്ച് അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളിൽ വസിക്കുകയാണ്. സ്വർഗാരോപണ അനുഭവം ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെയും പരിവർത്തനത്തിന്റെ ആത്മീയതയാണ്. ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ, ദൈവം സ്വന്തമാക്കി കഴിയുമ്പോൾ സ്വർഗോന്മുഖമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ കൃപയും ബലവും അനുഭവിക്കുവാൻ ആ വ്യക്തിക്ക് സാധ്യമാവുകയാണ്. പ്രിയ ദൈവമക്കളെ, സ്വർഗം എന്നത് ഒരു മിഥ്യ അല്ല എന്നും അതൊരു യാഥാർത്ഥ്യമാണ് എന്നും തിരുസഭ നമ്മെ ഏറ്റവും ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്.
ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ നിത്യപിതാവിന്റെ സന്നിധിയിൽ നാം എത്തിച്ചേരും. പുത്രനായ ക്രിസ്തു നമുക്ക് അതിനുള്ള യോഗ്യതയും കൃപയും പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. വലിയൊരു വാഗ്ദാനവും ആ വാഗ്ദാനത്തിന്റെ ആനന്ദത്തിന്റെ പുണ്യദിനവും കൂടിയാണെന്ന്. ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് ശിഷ്യന്മാർ നോക്കി നിന്നു. അവർ കൺകുളിർക്കെ കണ്ടു സ്വർഗീയമായ ആ യാത്ര. അതവർക്ക് വലിയ പ്രത്യാശയാണ് നൽകിയത്. അവർ ഭയക്കുകയല്ല ചെയ്തത്, അവർ ഭീരുക്കളാവുകയല്ല ചെയ്തത്, അവർ ധീരരായി എന്നാണ് വചനത്തിൽ പറയുക. അവർ ലോകത്തിന്റെ അതിർത്തികളോളം സാക്ഷി നൽകുന്നവരായി തീർന്നു. അവർക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ലാതായി. വലിയ ആത്മീയ കൃപയുടെ ബലം അവർ സ്വന്തമാക്കി. പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേം മുതൽ യൂദയ മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. വലിയൊരു ആത്മീയ ബലം പരിശുദ്ധാത്മാവിനാൽ നൽകിക്കൊണ്ടാണ് ക്രിസ്തു സ്വർഗാരോഹണ അനുഭവം ശിഷ്യന്മാർക്ക് നൽകിയത്. നമ്മുടെ ജീവിതത്തെ രക്ഷാകരമായ ആത്മീയതയിലേക്ക് നയിക്കുവാൻ വേണ്ട കൃപ ചൊരിയുന്ന ദിനം കൂടിയാണെന്ന്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവിന്റെ സ്വർഗാരോഹണം വിവരിക്കുമ്പോൾ വലിയ ആത്മീയ ബലം അവർക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി സൗഖ്യത്തിന്റെ ശക്തി ക്രിസ്തു അവർക്ക് പ്രദാനം ചെയ്യുന്നു. രണ്ടാമതായി വചനത്തിന്റെ ശക്തി അവർ അനുഭവിക്കുന്നു. മൂന്നാമതായി ക്രിസ്തു സാന്നിധ്യത്തിന്റെ ശക്തി അവർ തിരിച്ചറിയുന്നു. ഉദ്ധാനത്തിന്റെ മഹത്വം അവർ സ്വന്തമാക്കുന്നു. അങ്ങനെ സ്വർഗാരോപണം ഒരു കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മീയ സന്തോഷമായി അവരുടെ ജീവിതത്തിൽ മാറുന്നു. ഇനിമേൽ അവർ ഒന്നിനെയും ഭയപ്പെടേണ്ട. യേശു അവർക്ക് നൽകുന്ന ഉറപ്പിതാണ്: എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ നിങ്ങൾ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് നിങ്ങൾ ഉപദ്രവിക്കുകയില്ല, നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. യേശു ഈ ഭൂമിയിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവസാനമായി ശിഷ്യഗണത്തിന് നൽകിയ ബലവും ഉറപ്പും ഇതായിരുന്നു: ക്രിസ്തുവിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവിക രക്ഷയുടെ പൂർണ്ണത ലോകത്തിന് നൽകുവാൻ സാധ്യമാകുമെന്ന് അവിടുന്ന് ഉറപ്പ് നൽകി. ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. എന്നാൽ ക്രിസ്തു പിന്നീട് ചെയ്തത് എന്തെന്നോ? ശിഷ്യന്മാർ ക്രിസ്തുവിനെ സാക്ഷി നൽകിയപ്പോൾ അടയാളങ്ങളിലൂടെയും വചനത്തിലൂടെയും അവിടുന്ന് അത് സ്ഥിരീകരിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും തുടരുന്ന ആത്മീയ കൃപയാണ് സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു ഇന്നും നമ്മുടെ ഇടയിൽ വചനത്തിലൂടെ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ അവിടുന്ന് തന്റെ മഹത്വം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നാം പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവന്റെ ശക്തിയും ബലവും തുടരുക തന്നെ ചെയ്യുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, സ്വർഗാരോഹണ അനുഭവം ഒരു ആനന്ദത്തിന്റെ ആത്മീയ അനുഭവമാണ്. നമ്മുടെ ജീവിതം സ്വർഗാരോപിതമായ ലക്ഷ്യത്തോടെ, സ്വർഗീയ കൃപയിലേക്കുള്ള ആരോഹണ ലക്ഷ്യത്തോടെ ജീവിക്കുവാനുള്ള വലിയൊരു ക്ഷണവും നമുക്ക് നൽകുന്നുണ്ട്. ഈ ക്ഷണം സ്വീകരിച്ച് കൂടുതൽ കൃപയോടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരാൻ ദൈവമക്കളായ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ